എന്റെ റബ്ബനോട് നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധമായ മനസ്സുള്ള മനുഷ്യനായി നമ്മൾ വളരാൻ വേണ്ടി റബ്ബിന്റെ നിർദ്ദേശം പഠിപ്പിച്ചതാണെങ്കിൽ മനുഷ്യന് ഏറ്റവും വൃത്തി വേണ്ടത് മനസ്സിലാണ്. വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, വർഗീയതയില്ലാതെ, ഭീകരതയില്ലാതെ, തീവ്രവാദമില്ലാതെ, അക്രമവാസനയില്ലാതെ, ക്രിമിനലാകാതെ, ആരെയും ശല്യപ്പെടുത്തണമെന്ന ചിന്തയില്ലാതെ ഒരു ശരിയായ മുസ്ലിം അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. നിനക്കൊരു ശരിയായ മുസ്ലിമാകാം. അതിന് നീ എന്താ വേണ്ടത്? അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്തോ അത് നീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. വിശാലമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുസ്ലിമിന് ഇഷ്ടപ്പെടുക എന്നല്ല പറഞ്ഞത്, മനുഷ്യനെ ഇഷ്ടപ്പെടുക. മുസ്ലിം, ഹിന്ദു, ക്രിസ്തു എന്ന് പറയുന്ന വിവേചനം, ആ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിന് നീ ഇഷ്ടപ്പെടുക. എന്താണോ നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് അത് തന്നെ മനുഷ്യ ശരീരത്തിന് ഇഷ്ടപ്പെടുക. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. മനുഷ്യനെ ഇഷ്ടപ്പെടുക. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് ജനങ്ങൾക്കും നിന്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ഇഷ്ടപ്പെടുക. നീ നിന്റെ സ്വന്തം കാര്യം നോക്കുന്നവനാകരുത്. നിന്റെ സ്വന്തം കാര്യം ക്ലിയറാകണമെന്ന് ചിന്തിക്കരുത്. നിനക്ക് സന്തോഷമുള്ള കുടുംബജീവിതം വേണം, എന്നാൽ അത് തന്നെ എല്ലാ ജനങ്ങൾക്കും വേണം. നിനക്ക് നല്ല ആരോഗ്യം വേണം, എല്ലാവർക്കും ആരോഗ്യം വേണം. നിനക്ക് സാമ്പത്തിക പുരോഗതി വേണം, എല്ലാ ജനങ്ങൾക്കും പുരോഗതി വേണം. നിന്റെ മകൾക്ക് നല്ല വിവാഹം നടക്കണം, മറ്റുള്ളവരുടെ മക്കൾക്കും അത് നടക്കണം. നിനക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളി വേണം, എന്നാൽ എല്ലാ ജനങ്ങൾക്കും അതുണ്ടാകണം. അങ്ങനെ തുടങ്ങിയോ സഹോദരന്മാരെ, സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. അപ്പോഴാണ് നീ ഒരു മുസ്ലിമാകുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഈമാൻ, അതേ ആ ഈമാനിന്റെ പകുതി തന്നെ ശത്രുൽ ഈമാൻ ശുദ്ധിയാണ്, മനസ്സിന്റെ ശുദ്ധിയാണ്, മനസ്സിന്റെ ശുദ്ധിയാണ്. ഓ ഉമ്മമാരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്വന്തം പെൺകുട്ടികൾ സമാധാനത്തോടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണം, നിങ്ങളുടെ താല്പര്യമാണ് എങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാര്യമാർ, നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ അവര് സമാധാനത്തോടെ ജീവിക്കണം. അതുകൊണ്ട് തന്നെ സ്വന്തം ആൺമക്കളുടെ ഭാര്യമാരോട് വളരെ സുന്ദരമായ ജീവിതം നയിക്കണം, ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഇതുപോലെ ഞാൻ പറയട്ടെ, ഏത് രംഗത്തും നമുക്ക് സമാധാനം വേണം, മറ്റുള്ളവർക്കും വേണം. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ സ്ഥലം, ആ സ്ഥലത്ത് മലിനജലം കെട്ടി നിൽക്കുന്നു. ആ മലിനജലം കെട്ടി നിൽക്കുന്നതിനാൽ അവിടെ കൊതുകുകൾ വളരുന്നു. ആ വളരുന്ന കൊതുക് അത് നമ്മുടെ വീട്ടിൽ മാത്രം വരുന്ന കൊതുകല്ല, തൊട്ടടുത്ത വീടുകളിലും ഒക്കെയും അത് പോകും. അതിന്റെ ശല്യം കൊണ്ട് ഒരു പക്ഷേ ഒരു മനുഷ്യനൊരു പനി ബാധിച്ചാൽ ഈ വെള്ളം മലിനജലം കെട്ടി നിർത്തിയ നീ അതിന് ഉത്തരവാദിയാണ്. അവന്റെ ജീവന് ഹാനി സംഭവിച്ചാൽ നിനക്കതിന് ചെറിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. വസ്ത്രം വൃത്തിയാവുക എന്നത് മന്നദു ഫസൗബുഹു ഖല്ല ഹമ്മുഹു വമൻ താബ റീഹുഹു സാദ അഖ്ലുഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മന്നദു ഫസൗബുഹു ഖല്ല ഹമ്മുഹു. വസ്ത്രം ഒരു മനുഷ്യന് നീറ്റായി കഴിഞ്ഞാൽ, വസ്ത്രം വൃത്തിയായി കഴിഞ്ഞാൽ അവന് ടെൻഷൻ കുറയും. വമൻ താബ റീഹുഹു സാദ അഖ്ലുഹു. ഒരു മനുഷ്യന്റെ പരിമളം നന്നായാൽ, മണം നന്നായാൽ അഖ്ല് വർദ്ധിക്കും, ബുദ്ധി വർദ്ധിക്കും. നമ്മുടെ പരിസരങ്ങൾ എപ്പോഴും വൃത്തിയുള്ളതാകണം, വൃത്തിയോടുകൂടെ സൂക്ഷിക്കാൻ കഴിയണം. വൃത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാം അത് വൃത്തിക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകിയ മതമാണ്. എവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ടോ അവിടെയെല്ലാം ശുചീകരണത്തിന് വകുപ്പുണ്ടാകും.
എവിടെ നിങ്ങൾ പോയിക്കോ ഒരു മുസ്ലിം പള്ളിയുണ്ടോ അവിടെയെല്ലാം ശുചീകരണത്തിന് വകുപ്പുണ്ടാകും. സ്വയം വിസർജിച്ചാൽ വിസർജിച്ച സ്ഥലം കഴുകി വൃത്തിയാക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ശരീരത്തിന്റെ ഒരു ഭാഗത്തും മാലിന്യം ഒരിക്കലും ഉണ്ടാകരുത്. വസ്ത്രത്തിൽ മാലിന്യം ഉണ്ടാകരുത്. ഒരു മനുഷ്യൻ മാലിന്യമെടുത്ത് ശരീരത്തിൽ പുരട്ടിയാൽ അത് ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഓ സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, വൃത്തിക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കേന്ദ്രമായ പള്ളിയുടെ പരിസരത്ത് എപ്പോഴും വൃത്തിയാക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഇനിയും ഞാൻ പറയട്ടെ, വേറെ ഏതെങ്കിലും മതത്തിനുണ്ടോ നമ്മുടെ മതത്തിലുള്ള ചില പരിപാടികൾ? ഇപ്പോൾ വിശദമായി സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ സമയവും ഇല്ല, ഇപ്പോൾ കഴിയുകയും ഇല്ല. ഞാൻ വിശദമായ വേല കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ എല്ലാ വിഷയത്തിലും CD ഉണ്ട്, വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി നല്ല സുഖമായിട്ട് കേൾക്കാം. എല്ലാ വിഷയത്തിലും ഉണ്ട് CD. ചിലർക്ക് ഗണ്ണന പ്രസംഗം കേൾക്കണം, അത് 100 കണക്കിന് CD ഉണ്ട്. അല്ലാത്ത കേൾക്കണം, അതിനുണ്ട് CD വാങ്ങി കേൾക്കാം. നിങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് ഒരു CD തരാൻ പോകുന്നു, പൈസ ഒന്നും കൊടുക്കണ്ട. ഒരു വിഷയമാണ്. നിങ്ങൾ നോക്കി, നമ്മളെ മതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒതു കൊടുക്കുക. ഒതു കൊടുക്കുമ്പോ കുളിക്കുമ്പോ ഒക്കെ വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിലുണ്ടാവും ഇങ്ങനെ ഒരു പരിപാടി. എന്ത് ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറഞ്ഞാൽ? മൂക്കിൽ വെള്ളം കയറ്റി അതിനെ കയറ്റി ചീറ്റുക എന്താണ് പറഞ്ഞതിന് അർത്ഥം? മൂക്ക് വൃത്തിയാക്കാനാണ്. ഇടയ്ക്കിടയ്ക്ക് മൂക്ക് വൃത്തിയാക്കുക. കാരണം ഈ മൂക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സൃഷ്ടിയാണ്. മനുഷ്യന്റെ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് വായു കടന്നു പോകുമ്പോ ആ വായുവിൽ പലപ്പോഴും വായുവിന്റെ കൂടെ അനധികൃതമായി പലരും കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ആ അനധികൃതമായി കയറിപ്പോകുന്ന ആളുകൾ അവിടുത്തെ ശല്യം ചെയ്യും. ആ കുഴപ്പമുണ്ടാവും. അപ്പൊ അനധികൃതമായി ആരും കയറാൻ പാടില്ല. എമിഗ്രേഷൻ ക്ലിയർ ചെയ്യാതെ ആരും പോകാൻ പാടില്ല. ഈ എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി മൂക്കിൽ സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനം മൂക്കിന് മാത്രമേ ഉള്ളൂ, തൊള്ളക്കതില്ല. അതുകൊണ്ട് ആ തൊള്ള തുറന്ന് ഉറങ്ങുന്ന കുട്ടികൾക്ക് തൊണ്ടവേദനയായിരിക്കും പലപ്പോഴും. അതേ സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കണം, തൊള്ള പൂട്ടിക്കളയണം. കുട്ടികൾക്ക് ഉറങ്ങുമ്പോൾ തൊള്ള തുറന്ന് ഉറങ്ങുന്ന കുട്ടികളുണ്ടാവും. അവര് മൂക്ക് കൂടെ തന്നെ ശ്വാസം കഴിപ്പിച്ച് പഠിപ്പിക്കണം, അല്ലെങ്കിൽ തൊണ്ടക്ക് അസുഖം വരും. എന്നെ മൂക്കിന് പ്രത്യേക സംവിധാനം. മോശമായ സാധനങ്ങൾ കടന്നു പോകുമ്പോ സെക്യൂരിറ്റി ചെക്ക്, ആ ചെക്ക് കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വിടുള്ളൂ. ആ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ചിലരൊക്കെ എമിഗ്രേഷൻ പാസ്സായിട്ട് അവിടെ തന്നെ നിന്നു. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പൊടിപടലങ്ങളുള്ള ഒരു സ്ഥലത്ത് കൂടി കുറച്ച് സമയം നടക്കുകയോ ഓടുകയോ ചെയ്തിട്ട് പിന്നെ മെല്ലെ മൂക്കിൽ ഒരു ചെറിയ പരുത്തിയോ തുണിയോ ഇട്ട് തിരികെ നോക്കിയാൽ കാണാം എമിഗ്രേഷൻ ക്ലിയർ ആകാതെ പലരും അവിടെ ഇരിക്കുന്നുണ്ടാവും, അങ്ങോട്ട് കടക്കാൻ കഴിയാതെ. ആ സാധനങ്ങളെയൊക്കെ പിടിച്ചു വെക്കാനുള്ള ഒരു സംവിധാനം മൂക്കിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ മൂക്കിൽ തന്നെ തടിച്ചു കിടന്നാലോ, അവിടെ തന്നെ ഇങ്ങനെ തടിച്ചു കിടന്നാൽ അത് വലിയ അപകടം ചെയ്യൂലേ. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി പുറത്തേക്ക് തള്ളിവിടണം, തിരിച്ചു കയറ്റണം. അതിന് തിരിച്ചു കയറ്റണം. തിരിച്ചു വരുമ്പോ ഈ എമിഗ്രേഷൻ ക്ലിയർ ആകാത്ത ആൾക്കാർ ദുബൈയിലൊക്കെ എയർപോർട്ടിൽ കുടുങ്ങിയാൽ അവർ പലപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കാൻ പറ്റും. ഇല്ലേ വേറെ ആർക്കും ടിക്കറ്റ് അവിടെ എത്തിച്ചു കൊടുക്കേണ്ടി വരും. ഇത് മൂക്കുന്ന ആരും റിട്ടേൺ ടിക്കറ്റ് കൊടുക്കൂല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ പോയിട്ട് മൂക്കുന്ന ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കാം. അതിനുള്ള സംവിധാനമാണ് മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക. ഈ മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് അങ്ങനെ ഒരു സംവിധാനം ഒരു മതത്തിന്റെ ആചാരമായി തന്നെ പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം മൂക്ക് എപ്പോഴും വൃത്തി വേണം. വായിൽ വെള്ളം കുപ്പിളിക്കണം, എന്നിട്ട് തുപ്പിക്കളയണം. തൊള്ള വൃത്തിയാക്കാൻ സംവിധാനം, പല്ല് തേക്കാൻ സംവിധാനം, അത് പ്രത്യേകം സുന്നത്ത്. പല്ല് തേക്കൽ ഞാനതാണല്ലോ പറഞ്ഞു, പല്ല് തേക്കൽ. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ പറഞ്ഞോന്നറിയില്ല. ഈ പല്ല് തേക്കുക എന്ന് പറയുന്ന വൃത്തിയാക്കി പല്ല് തേക്കൽ എല്ലാവരും പല്ലിയേക്കും, എല്ലാ മതക്കാരും പല്ലിയേക്കും. ചിലർ കുറച്ച് കുറയും, ചിലർ കൂടുതലുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. പല്ല് തേക്ക് ഇങ്ങനൊക്കെ പല്ല് തേച്ചിട്ടു നമ്മുടെ ദന്താശുപത്രികളിൽ ചെന്ന് നോക്കുമ്പോ ഒരുപാട് ആളുകൾ പല്ലിന് രോഗമായി, പല്ലിന് കേടായിട്ട് ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും ഒരു മൃഗാശുപത്രിയിൽ ഏതെങ്കിലും ഒരു പോത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എരുമ അല്ലെങ്കിൽ ഒരു പശു പല്ലിന് കേടായിട്ട് പല്ലെടുപ്പിക്കാൻ വേണ്ടി വന്നതായി നിങ്ങൾ അവരും കണ്ടിരുന്നു? ഒരു പശു പല്ലിന് കേടായിട്ട് വന്ന് പല്ലെടുക്കാൻ വേണ്ടി ഇങ്ങനെ പല്ലും ധരിപ്പിച്ചിട്ട് നമ്മൾ ഇരിക്കും പോലെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പശുവിനെയോ കാളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആട്ടിനെയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു? ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. അതായത് അതിന് പല്ലിന് അല്ലാഹു തആല നമ്മളെ പല്ല് പോലെ കേടുകളും രോഗങ്ങളും അല്ലാഹു നൽകുന്നില്ല. എന്താ കൊടുക്കാത്തതിന്റെ കാരണം? കൊടുക്കാത്തതിന്റെ കാരണം അതിന് പല്ലിന് കേടുവരാൻ കാരണമാകുന്ന പല്ല് തേക്കാതിരിക്കുക എന്ന് പറയുന്ന വിഷയം, അത് വാസ്തവത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരൊറ്റ പശു പല്ല് തേച്ചിട്ടില്ല, ഒരാടും പല്ല് തേച്ചിട്ടില്ല, ഒരു പോത്തും പല്ല് തേക്കാറില്ല. എന്നിട്ടും അതിന്റെ പല്ലിന് ഒരു കേടുമില്ല. അത് സുഖസുന്ദരമായി ജീവിക്കേണ്ട ഒരു ദന്താശുപത്രിയിലും ഒരു പശുവും പോകുന്നില്ല. എന്താ? അവിടെയാണ് അല്ലാഹ് അവന്റെ നിയന്ത്രണവും അവന്റെ അധികാരവും അവന്റെ ഭരണവും
നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു രംഗമാണ്. മനുഷ്യന് പല്ല് തേക്കാൻ പറ്റുന്ന കൈ അല്ലാഹു നൽകിയിട്ടുണ്ട്. പശുവിന് പല്ല് തേക്കാൻ പറ്റുന്ന കൈ അല്ലാഹു കൊടുത്തിട്ടില്ല. പശു പല്ലേക്കാൻ ആലോചിച്ചു, പശു പല്ലേക്കും എങ്ങനെ ഉണ്ടാവും? നമ്മൾ കാലുകൊണ്ട് പല്ലേക്കുന്ന മാതിരി ഉണ്ടാവും. അപ്പൊ പശുവിന് പല്ല് തേക്കാനുള്ള കൈ അല്ലാഹു നൽകിയിട്ടില്ല. പിന്നെയോ പശുവിന് ഒരൊറ്റ ബ്രഷ് ഇറക്കുന്ന കമ്പനിയും ഇല്ല. പിന്നെയോ ഈ പശുവിന് ബ്രഷ് ഒരു മുസാക്ക് ചെത്തിയെടുക്കാൻ പറ്റുന്ന അതിലെ കയ്യുമില്ല. ആ പശുവിനെ സംബന്ധിച്ചിടത്തോളം പല്ല് തേക്കാതെ തന്നെ പല്ലിന് അല്ലാഹു ആരോഗ്യം നൽകുകയാണ്. മനുഷ്യന് പല്ല് തേച്ചില്ലെങ്കിൽ പല്ലിന്റെ ആരോഗ്യം നശിക്കും. തേച്ചാൽ തന്നെയും പലപ്പോഴും പല്ലിന്റെ ആരോഗ്യം നശിച്ചതായിട്ടാണ് നാം കാണുന്നത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമാണ്. മനുഷ്യന് കാറ്റലോഗുണ്ട്. മനുഷ്യൻ പല്ല് തേക്കണമെന്ന നിർദ്ദേശമുണ്ട്. മനുഷ്യന് വായിൽ വെള്ളം കുപ്പിളിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മനുഷ്യന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണമെന്ന നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശങ്ങളൊന്നും പശുക്കൾക്കില്ല, ആടുകൾക്കില്ല. കാരണം മനുഷ്യൻ വിശേഷ ബുദ്ധി നൽകപ്പെടുകയും അതിന്റെ പുറമെ ശാരീരികമായി തന്നെ മറ്റ് ജീവജാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ അനുഗ്രഹം നൽകപ്പെടുകയും ചെയ്ത ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയണം. അതറിയാൻ വന്നുർ ഇലാ നഫ്സിക ثم انتقلي للعالم العلوي ثم السفلي تجد به صنعا بديع الحكم لكن به قام دليل العدم. മനുഷ്യൻ സ്വന്തം ശരീരത്തെ കുറിച്ച് ചിന്തിക്കണം, ഭൂമിയെ കുറിച്ച് ചിന്തിക്കണം, ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം, ഉപരിമണ്ഡലങ്ങളെ കുറിച്ച് ചിന്തിക്കണം, സസ്യങ്ങളെ കുറിച്ച് മത്സ്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, പറഞ്ഞത് തീരൂല. ഭൂമിയെ സംബന്ധിച്ച് വൈലൽ അർളി കൈഫ ഖുലിഖത്, അതേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബ്നി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കണം. വാഹനങ്ങളെ കുറിച്ച് ചിന്തിക്കണം, ഒട്ടകങ്ങളെ കുറിച്ച് ചിന്തിക്കണം, മൃഗങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ഇരിക്കട്ടെ, അവൻ ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ചിന്തിക്കണം. എന്താണ് ഭൂമിയുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, ശുദ്ധമായ വെള്ളം ഭൂമിയുടെ ഉള്ളിൽ അല്ലാഹു ധാരാളം മനുഷ്യന് വെച്ചിരിക്കുന്നു. ആ ഭൂമിയിൽ തന്നെയാണ് മനുഷ്യൻ മാലിന്യങ്ങൾ മുഴുവനും തള്ളിയിടുന്നത്. എല്ലാ മാലിന്യങ്ങളും സ്വീകരിക്കാനും ഭൂമിയിലുള്ള സംവിധാനം വെച്ചിരിക്കുന്നു. മറുഭാഗത്ത് ശുദ്ധമായ വെള്ളം ഭൂമിയിൽ നിന്ന് തന്നെ അല്ലാഹു നൽകുന്നു. ആ ഭൂമിയിൽ തന്നെ ഒരേ വളവും ഒരേ വെള്ളവും ലഭിച്ചു നീങ്ങുന്ന ഒരേ സ്ഥലത്ത് തന്നെ ഒരു ഭാഗത്ത് കാഞ്ഞിരം, കഴിച്ചിട്ട് തൊടാൻ പറ്റാത്ത കായ, മറുഭാഗത്ത് സഹോദരന്മാരെ പുറത്തതാ കരിമ്പ്, അതിന്റെ അപ്പുറത്തതാ നല്ല മധുരമുള്ള മാങ്ങ, അതിന്റെ ഇപ്പുറത്തതാ പുളിക്കുന്ന പുളി, അതിന്റെ അപ്പുറത്തതാ കാഞ്ഞിരത്തിന്റെ കായ, അതിന്റെ ഇപ്പുറത്തതാ സുബ്ഹാനല്ലാഹ് എരിഞ്ഞിട്ട് തൊടാൻ പറ്റാത്ത പറങ്കിമുളക്, അതിനപ്പുറത്തതാ മരുന്ന്, അതിനിപ്പുറത്തതാ ഈന്ത്. സുബ്ഹാനല്ലാഹ്, ഒരു കൊല്ലം കഴിയാതെ തിന്നാൻ പറ്റൂല അങ്ങനെ ഒരു സാധനം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സാധനങ്ങളാണ് ഒരേ മണ്ണിൽ തന്നെ ഒരേ വളം കൊണ്ട് തന്നെ ഒരു ഭൂമിയിൽ തന്നെ അല്ലാഹു സംവിധാനിച്ചത്. എന്തെല്ലാം വസ്തുക്കളാണ് ആ ഭൂമിയിൽ. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഭൂമിയിൽ നിന്ന്. മിൻഹാ ഖലഖനാകും വമിൻഹാ നുഈദുകും, മനുഷ്യനെ കൊണ്ടുപോയി വിട്ടേക്കുന്നതും അവിടെ തന്നെ. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ.